ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വെയിറ്റ് ലോസിൻ്റെ കുറച്ച് ഡ്രിങ്ക് അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡ്രിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18-ാം തീയതി നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിന് ആഗ്രഹമുള്ള എല്ലാവരും ജോയിൻ ചെയ്തോ. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം കാണും, വേറെ ജങ്ക് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, മീൻസ് ചീറ്റ് എടുക്കണം എന്നൊരു തോന്നൽ മനസ്സിൽ വരും. നമുക്ക് ക്രേവിങ്സ് തോന്നാം എന്ന് വരും. സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് എടുക്കുന്നവർ ഈ വീഡിയോ കാണുക ചെയ്യരുത്. അതേ പക്ഷം നമുക്ക് ചീറ്റ് മീൽ എടുക്കാൻ തോന്നും എന്നുള്ളവരുടെ മാത്രമേ ഈ വീഡിയോ കാണാവുള്ളൂ. ഓക്കെ, കാര്യം ആ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് സമയത്ത് നമുക്ക് ചീറ്റ് മീൽ എടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് തന്നെ ആ ഒരു ചീറ്റ് മീലിനെ നമുക്ക് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് എക്സൈറ്റിംഗ് ആയിരിക്കും ഈ ടോപ്പിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട്. കാര്യം നമ്മുടെ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, എല്ലാം നമ്മുടെ ത്യാഗങ്ങൾ സഹിച്ച് അല്ലെങ്കിൽ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ പറയുന്ന ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചീറ്റ് മീൽ എടുക്കാൻ പറ്റും, അത് നമുക്ക് എഫക്റ്റീവ് ആക്കും എന്നും കൂടി നമ്മുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചീറ്റ് മീൽ എടുക്കാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വലിച്ചു വാരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഡയറ്റ് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം നമ്മൾ കുറച്ച് റൂൾസ് നമ്മൾ ഫോളോ ചെയ്ത് ചീറ്റ് മീൽ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന വെയിറ്റ് ലോസ് സമയത്ത് നമുക്ക് ചീറ്റ് മീൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റിലെ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതെന്തൊക്കെ റൂൾസ് ആണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചീറ്റ് മീലാണ് എടുക്കുന്നതല്ല, നമ്മൾ ചീറ്റ് ഡേ അല്ല എടുക്കുന്നതെന്ന് ആദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സമയം മാത്രം നമ്മൾ ചീറ്റ് മീൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. എന്ന് വെച്ചാൽ രാവിലെ ചീറ്റ് മീൽ, ഉച്ചയ്ക്ക് ചീറ്റ്, നൈറ്റ് ചീറ്റ്, എന്നാൽ പിന്നെ അതിലൊരു കാര്യമില്ല. നമ്മൾ ഏത് സമയമാണോ നമ്മൾ ചീറ്റ് മീൽ എടുക്കേണ്ടത് എന്ന് നമുക്കൊരു ഇത് വേണം. ഒരു ചീറ്റ് മീൽ ആയിരിക്കണം, അല്ലാതെ ഒരു ചീറ്റ് ഡേ ആകാൻ വേണ്ടിയിട്ട് പാടില്ല. ചീറ്റ് ഡേ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലറി 3000 to 4000 കാലറി വരെ പോകും. അവിടെ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. നമുക്ക് ഒരു ദിവസം എടുക്കേണ്ടത് തന്നെ 1200 to 1600 കാലറിക്ക് ഉള്ളിൽ, അല്ലെങ്കിൽ 1500 കാലറിക്ക് ഉള്ളിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതിൻ്റെ ഇരട്ടി 3000 4000 കാലറി എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഫാറ്റ് ഉറപ്പായിട്ട് സ്റ്റോർ ആവും. പിന്നെ നമ്മൾ വെയിറ്റ് ലോസ് എന്തിനു ചെയ്യുന്നു, അതിൻ്റെ കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ചീറ്റ് മീൽ എടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു ചീറ്റ് ഡേക്ക് പകരം ഒരു ചീറ്റ് മീൽ ആയിട്ട് ഇപ്പം ലഞ്ചിനോ ഡിന്നറിനോ എപ്പോഴാണെങ്കിലും നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മനസ്സിലൊരു നേരത്തെ ഒരു ഫിക്സഡ് ആക്കി വെച്ചേരിക്കണം. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ബോഡിക്ക് അനുസരിച്ച് ഇത്ര ദിവസത്തിൽ ഇത്ര ചീറ്റ് മീൽ ഞാൻ എടുക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ഓരോരുത്തരുടെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അത് കേട്ടിട്ട് ഇപ്പം ഞാൻ എൻ്റെ ചീറ്റ് മീൽ എടുക്കുന്ന, ചിലപ്പോൾ ഞാൻ മാസത്തിൽ 2 ചീറ്റ് മീൽ എടുക്കുമായിരിക്കും. ചിലപ്പോൾ വേറൊരാളുടെ ബോഡി അനുസരിച്ച്, ബോഡി സ്ട്രക്ചർ അനുസരിച്ച് ചിലപ്പോൾ ആ മാസത്തിൽ ഒരു ചീറ്റ് മീൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി ഡിപ്പെൻഡ് ചെയ്ത് വേണം ചീറ്റ് മീൽ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ചെറുതായിട്ട് ഞാൻ പറഞ്ഞു തരാനാണെങ്കിൽ, ബിഗിനറാണ് നമ്മൾ, ബിഗിനർ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള ആളാണെങ്കിൽ ഒരു 14 ദിവസത്തിൽ 2 ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് ചീറ്റ് മീൽ എടുക്കുക, പ്രശ്നമില്ല. അതേപോലെ മോഡറേറ്റ് ആണ്, ഒരു മീഡിയം ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം എടുക്കുന്നതിന് പ്രശ്നമില്ല. പിന്നെ ലീൻ ആയിട്ട് ഇരിക്കുന്ന 5 to 7 ദിവസത്തിൽ ഒരിക്കലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുന്നതാണ്, പക്ഷെ ഇത് കറക്റ്റ് ആവണം എന്നില്ല. ഓരോരുത്തരുടെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഈ പറയുന്ന ചീറ്റ് മീൽ എടുക്കുന്ന കാര്യങ്ങൾ. ഡെയിലി ചീറ്റ് മീൽ ആണെന്നുണ്ടെങ്കിൽ ഡെയിലി ഫാറ്റ് സ്റ്റോറേജ് ആവും. എന്നാൽ പിന്നെ അതിനെ വെയിറ്റ് ലോസ് എന്ന് പറയാൻ പറ്റില്ല. അതിന് പിന്നെ നമ്മൾ നോർമൽ ഡേയിൽ നമ്മൾ വെയിറ്റിനെ എങ്ങനെ കൂട്ടാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പോർഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ടേസ്റ്റിനെ
എന്താ പറയാൻ ഫോക്കസ് ചെയ്യുക, അല്ലാതെ പോർഷൻ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ചീറ്റ് മീൽ എന്താണ്, നമ്മുടെ ടേസ്റ്റിന് നമുക്ക് ആ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആ കാര്യം നമ്മൾ മൈൻഡിൽ വെക്കുക. അല്ലാതെ ചീറ്റ് മീലാണ് എനിക്ക് ഒരുപാട് ഓവറായിട്ട് നമുക്ക് കഴിക്കാം, അങ്ങനെ ഒരു സാധനം അല്ല ചീറ്റ് മീൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്തെടുക്കാൻ നോക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് ഐറ്റംസ് ആണ് കഴിക്കുന്നെങ്കിൽ നമ്മൾ 1 കപ്പ് എടുക്കുക. ഓക്കെ, പിസ്സ ആണെങ്കിൽ 2 സ്ലൈസ് എടുക്കുക. പിന്നെ ബിരിയാണി ആണെങ്കിൽ ഒരു സ്മോൾ പ്ലേറ്റ് എടുക്കുക. നമ്മൾ 70 to 80% നമ്മുടെ വയറ് ഫുള്ളാകുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തോണം. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഓക്കെ, അപ്പം അതാണ് നെക്സ്റ്റ് റൂൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചീറ്റ് മീൽ എടുക്കുമ്പോൾ പ്രോട്ടീൻ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പ്രോട്ടീൻ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് കുറവാകും, പ്രോട്ടീൻ ആവുമല്ലോ എടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ബിരിയാണി എടുക്കുമ്പോൾ റൈസ് കുറവ്, ചിക്കൻ കൂടുതൽ എടുക്കുക. ദോശയുടെ കൂടെ എഗ് കറി എടുക്കുക. പിന്നെ ബർഗർ ആണ് എടുക്കുന്നതെങ്കിൽ ചിക്കൻ്റെ പാറ്റി എടുക്കുക. ഒരു ബണ്ണ് വെച്ചിട്ട് ചിക്കൻ്റെ പാറ്റി കുറച്ച് വെജീസും കൂടി ആഡ് ചെയ്ത് അങ്ങനെ കഴിക്കുക. ഓക്കെ, പിന്നെ ലിക്വിഡ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, നമ്മൾ അത് മൊത്തത്തിൽ അത് നമുക്ക് കുടിക്കാനേ പാടില്ല കേട്ടോ. അത് നമ്മൾ എന്താ പറയുക, ചീറ്റ് മീൽ എന്ന് പറഞ്ഞിട്ട് അത് സാധനങ്ങൾ എടുക്കാൻ പാടില്ല. കൊക്കക്കോള എടുക്കാൻ പാടില്ല, പിന്നെ മിൽക്ക് ഷേക്സ് എടുക്കാൻ പാടില്ല, ഫ്രൂട്ടിന്റെ ജ്യൂസ് കുറെ പഞ്ചസാരയാക്കി നമ്മൾ തരും, അങ്ങനത്തെ ഒരു കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതിന് പകരം നോർമൽ വാട്ടർ, ലെമൺ ജ്യൂസ് കുടിക്കുക, അതിനകത്ത് ഷുഗർ ഇടാൻ പാടില്ല. പിന്നെ സോഡ വാട്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് അതിനൊന്നിച്ച് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ ചീറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള എന്താ പറയുക ജ്യൂസസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പിന്നെ ചീറ്റ് മീലിനൊരു ടൈം ഉണ്ടായിരിക്കണം. 8 മണിക്ക് ശേഷം ചീറ്റ് മീൽ എടുക്കാൻ പാടില്ല. ചീറ്റ് മീൽ എടുത്തു കഴിഞ്ഞിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പാടില്ല. അപ്പം ഈ 2 കാര്യങ്ങളും ചെയ്യാനായിട്ട് പാടില്ല. സ്ലോ ഈറ്റ് ചെയ്യുക, മൈൻഡ് ഫുള്ളായിട്ട് കഴിക്കുക. ആ സമയത്ത് TV ഓൺ ചെയ്യാൻ പാടില്ല, മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ പാടില്ല, പിന്നെ എന്തെങ്കിലും വായിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ പാടില്ല. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കഴിക്കുന്നു എന്നുള്ള ഒരു രീതി നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു 10-20 മിനിറ്റ് നമ്മൾ ടൈം എടുത്ത് നമ്മൾ പതുക്കെ ആ കഴിക്കുന്ന ഫുഡ്, കുറച്ച് പോർഷനാണ് ഉള്ളത്, ആ ഫുഡിനെ പതുക്കെ നമ്മൾ കഴിച്ച് നമ്മുടെ എന്താ പറയുക ബ്രെയിനിലേക്ക് നമുക്ക് ഓക്കെ, നമ്മുടെ മൈൻഡ് ഇപ്പോൾ ചീറ്റ് മീൽ എടുത്ത് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ള ഒരു സിഗ്നൽ നമ്മൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യിപ്പിക്കുക. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ പറഞ്ഞ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ടാണ് ചീറ്റ് മീൽ എടുക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ അതിന് പകരം നമ്മൾ കാലറി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അതേ പക്ഷെ നമ്മൾ ഒരുപാട് ഓവറായിട്ടാണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആ രീതിയിൽ കാലറി നമ്മൾ കുറച്ചെടുക്കേണ്ടതാണ്. ആ കാലറി കുറച്ചെടുക്കുന്ന പറഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം പിന്നെ പോയി ഒരുപാട് ഓവർ ഫുഡ് കഴിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചീറ്റ് മീൽ എടുക്കുമ്പോൾ വളരെ കുറച്ചെടുക്കുക. അപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. അപ്പോൾ ആ ദിവസവും പ്രശ്നമില്ല, പിറ്റേ ദിവസവും പ്രശ്നമില്ല, ഇങ്ങനെ നോർമലായിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ചീറ്റ് മീൽ എടുക്കുന്നതിൻ്റെ മൂവ്മെന്റ് മസ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെവി വർക്കൗട്ട് എടുക്കണം എന്നല്ല, ചെറുതായിട്ട് വാക്കിംഗ് നടക്കുക, ലൈറ്റായിട്ട് വർക്കൗട്ട് ചെയ്യുക, പിന്നെ കഴിക്കുന്നതിന് മുന്നേ ഒരു 10-15 മിനിറ്റ് നടന്നിട്ട് കഴിക്കുക, പിന്നെ ഡെയിലി ഒരു 8 to 10K സ്റ്റെപ്സ് നമുക്ക് എടുക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ചീറ്റ് മീൽ എടുത്തു കഴിഞ്ഞാൽ അയ്യോ ഞാൻ കഴിച്ചു പോയി, എൻ്റെ ഡയറ്റ് മൊത്തത്തിൽ പോയി, ഇനി ഞാൻ ഡയറ്റ് എടുക്കുന്നില്ല, അതുകൊണ്ട് നാളെ എൻ്റെ ഡയറ്റ് വേണം, ഞാൻ നാളെ തൊട്ട് കഴിച്ച് തുടങ്ങാൻ പോവാണ് എന്നുള്ള ആവശ്യമില്ലാത്ത ചിന്താഗതികൾ ചിന്തിച്ചിട്ട് ഡയറ്റ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ചീറ്റ് മീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു രീതിയിൽ അതിനെ എടുത്ത് അപ്പം തന്നെ കഴിച്ചു, നമുക്ക് ഇന്നൊന്നും ചെയ്യാൻ പറ്റില്ല, അതവിടെ കളഞ്ഞു. നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ അല്ല, നെക്സ്റ്റ് മീൽ തൊട്ട് പിന്നെ നമ്മൾ ഡയറ്റിലാണ് എന്നുള്ളൊരു കാര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഇതാണ് ചീറ്റ് മീൽ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ചീറ്റ് മീൽ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു, സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ ഇത് കേൾക്കാനേ പാടില്ല. ഇൻ കേസ് ചീറ്റ് മീൽ എടുത്ത്, ഇപ്പം ഞാൻ വെയിറ്റ് ലോസ് ചെയ്തപ്പോൾ ഞാൻ ചീറ്റ് മീൽ എടുത്തിട്ടുണ്ടായിരുന്നു, സ്ട്രിക്റ്റ് ഡയറ്റ് തന്നെയായിരുന്നു, എങ്കിലും ഇടയ്ക്ക് എനിക്ക് ചീറ്റ് മീൽ എടുക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ ക്രേവിങ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പിന്നെ ദിവസങ്ങൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക വയറ് ഫുള്ളാക്കും. അതുകൊണ്ട് ഞാൻ ചീറ്റ് മീൽ എടുത്തിട്ടുണ്ട്. ചീറ്റ് മീൽ എടുത്ത് തന്നെയാണ് ഞാൻ വണ്ണം കുറച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് ചീറ്റ് മീൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പിന്നത്തെ ഫുഡെല്ലാം കൺട്രോൾ ചെയ്തിരിക്കണം. ആ ഒരു കാര്യം നമ്മൾ മറക്കാനേ പാടില്ല. പിന്നെ പ്രോട്ടീൻ, നമുക്കിപ്പോൾ ചിക്കൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ നല്ല രീതിയിൽ കുക്ക് ചെയ്ത് നല്ല ടേസ്റ്റോട് കൂടി കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടീനാണ്. ആ രീതിയിൽ നമുക്ക് ഫുഡ് എടുക്കാവുന്നതാണ്. അതൊരിക്കലും ചീറ്റ് അല്ല, അതൊരിക്കലും നമ്മൾ പ്രോട്ടീൻ എടുക്കുന്നതാണ്. ഓൾറെഡി നമ്മൾ റൈസ് എടുക്കുന്നുണ്ട് അല്ലേ, നമ്മളിപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയാലും നമ്മൾ വെയിറ്റ് ലോസ് ആയാലും ഉച്ചയ്ക്ക് നമ്മൾ കുറച്ച് പോർഷൻ റൈസ് എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബിരിയാണി ആയാലും കുറച്ച് റൈസ് എടുക്കുക, അതിൻ്റെ കൂട്ടത്തിൽ കുറേ ചിക്കൻ എടുക്കുക. അപ്പോൾ പ്രോട്ടീനും ഉണ്ട്, കാർബ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ചീറ്റ് എങ്ങനെ എടുക്കാമെന്നുള്ളത്. ചില ചീറ്റ് മീൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചീറ്റ് മീൽ ആവില്ല, അത് നമുക്ക് ഡയറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മീൽ നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ
നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഏത് രീതിയിൽ ചീറ്റ് എടുക്കണം, ചീറ്റ് എടുത്താൽ നമുക്ക് വെയിറ്റ് ലോസ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യം നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് എന്തും കഴിച്ച് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമ്മൾ പോർഷൻസിനെ കൺട്രോൾ ചെയ്യണം. ഒരൊറ്റ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ നമുക്ക് ഒരിക്കലും എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ ഷുഗർ എടുക്കാനേ പാടില്ല. ഇനി വരുന്നത് ക്രിസ്മസ് ആണ്. ശരി, നമുക്ക് ആ സമയത്ത് ഒരു പീസ് കേക്ക് കഴിക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യങ്ങളല്ല ഇനി ഞാൻ വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.